എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ കുറിച്ചിട്ടും വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടും PR വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കാനഡയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം PR കാര്യമാണെങ്കിലും സ്റ്റുഡൻറ് വിസയുടെ കാര്യമാണെങ്കിലും പിന്നെ ഒരുപാട് PNBകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാടെണ്ണം പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്പറൊക്കെ കുറേ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോ ഇവിടെ ഹാലിഫാക്സ്, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നോവാ സ്കോഷ്യയിലെ ഹാലിഫാക്സ് ആണ്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റിൻ ട്രൂഡോ ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ കുറിച്ചിട്ടും വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടും PR കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ LMIA വിസ ഇതിൽ തന്നെ 2 കാറ്റഗറി, അതായത് ലോ വേജസ് LMIAs വരും, ഹൈ വേജസ് LMIAs വരും. ഇതിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ LMIAs ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാനഡയിൽ ആ ജോലി ചെയ്യാൻ വേണ്ടത്ര ആൾക്കാരില്ല, അതായത് വേണ്ടത്ര എക്സ്പീരിയൻസും വേണ്ടത്ര എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ആൾക്കാരില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഒരു ബോർഡ് LMIA പുറത്ത് ഫോറിൻ വർക്കേഴ്സിന് കൊടുക്കുന്നത്. ഇവരിങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈ LMIA വിസ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഈ ഫോറിൻ വർക്കേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നെന്ന് വിചാരിക്കാം. PR വരാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടത്ര CRS സ്കോർ ഇല്ല. പിന്നെ സ്റ്റുഡൻറ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ കൊടുക്കണം, അതായത് ഫീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോസസ്സ് കൊണ്ട് വലിയൊരു എമൗണ്ട് കൊടുക്കണം. പക്ഷേ ഈ LMIA വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാനഡയിലേക്ക് ഈസി ആയിട്ട് വരികയും ചെയ്യാം, വരുന്ന സമയത്ത് തന്നെ നമുക്ക് ജോലിയും ഉണ്ടാകും. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, വന്ന് തന്നെ നമുക്ക് ജോലിയിൽ കയറാം. ഒരു 10 ലക്ഷം 20-25 ലക്ഷം ഒക്കെയാണ് LMIA വിസയ്ക്ക് വരുന്നത്. ഇതിൽ 2 കാറ്റഗറി ഞാൻ പറഞ്ഞില്ലേ, ലോ വേജസും ഹൈ വേജസും. അപ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ വേജസ് LMIA വിസ എടുത്തിട്ടാണ് വരുന്നത്. അവരെയാണ് ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ അവർക്ക് ഈ 2 വർഷത്തെ വിസയൊക്കെയാണ് കൊടുക്കുക. നോർമലി ഈ 2 വർഷത്തെ വിസയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഈ 2 വർഷത്തിനുള്ളിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ടെമ്പററി വിസേനെ അവർ പെർമനന്റിലേക്ക് മാറ്റും. അതാണ് ഒരു ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇനി ആ ഒരു സ്ട്രീം പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ വേജസ് LMIA ഉണ്ടല്ലോ, ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് വിസ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന്, അതായത് എംപ്ലോയേഴ്സ് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു ലോ വേജസ് ടെമ്പററി ഫോറിൻ വർക്കർ വിസ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരികയും ഒരുപാട് ചൂഷണങ്ങൾ നടക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, പറഞ്ഞ സാലറി പറഞ്ഞ സമയത്ത് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരും. പിന്നെ പല ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ജോലികൾ, ഇപ്പോൾ ഫാർമേഴ്സ് അങ്ങനെയൊക്കെ ജോലികൾക്കാണെങ്കിൽ അക്കോമഡേഷൻസ് കൂടി പറയും, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ LMIക്ക് നമ്മൾ കാശ് കൊടുക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു അക്കോമഡേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും, ഒരു ബെനിഫിറ്റും ഇല്ലാതെ വരികയും ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യും. ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള എൻക്വയറി നടന്നിട്ടുണ്ടായി. ഈ എൻക്വയറിയുടെ ഫലമായിട്ടാണ് ഈ ഒരു ടെമ്പററി ഫോറിൻ വർക്കർ വിസ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വർഷത്തെ വിസ ആണ് കൊടുത്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് 1 വർഷം ആക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങളൊരു ടെമ്പററി ഫോറിൻ വർക്ക് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റിലേക്ക് മാറാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 വർഷം അതിൻ്റെ നേരെ ഹാഫായിട്ട് 1 ഇയർ ആയിട്ടും റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെമ്പററി ഫോറിൻ വർക്കർ വിസയിൽ വന്നു കഴിഞ്ഞാൽ പെർമനൻസ് വിസയിലേക്ക് മാറ്റാനുള്ള പോസിബിലിറ്റീസ് കുറച്ച് കുറവാണ്, കുറച്ച് റിസ്ക് ഉള്ള കേസും കൂടിയാണ്, ടൈം അവൈലബിലിറ്റി കുറവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 2 കാര്യങ്ങൾ, അതായത് ഇതിനാണ് ഈ ഒരു മാറ്റം വരുത്തുന്നത് പറഞ്ഞാൽ ഇവിടെയുള്ള കനേഡിയൻ യൂത്തിന് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ലോ വേജസിൽ നമ്മൾ പുറത്തുനിന്ന് ടെമ്പററി ഫോറിൻ വർക്കറിനെ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തിനാണ് ഈ എംപ്ലോയീസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ LMIA വിസ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഹ്യൂജ് ഒരു എമൗണ്ട് കിട്ടും. പക്ഷെ അതേ സമയം തന്നെ ആ ഒരു ലോ വേജസ് ജോലി ചെയ്യാൻ ഇവിടെ ഒരു കനേഡിയൻസ് ആൾക്കാർ വില്ലിങ് ആണ്. പക്ഷേ ഈ എംപ്ലോയേഴ്സ് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് കുറേ സ്ഥലങ്ങളിലൊക്കെ നോട്ടീസ് പബ്ലിഷ് ചെയ്യണം, ആൾക്കാരെ അറിയിക്കണം. അങ്ങനെ ഇവിടെ ആരും കിട്ടാതെ വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ പുറത്തു നിൽക്കാം. പക്ഷെ ഇതിനിടയിൽ തന്നെ ഈ എംപ്ലോയീസ് ഒരുപാട് തരികിട പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ആൾക്കാരിലേക്ക് ഈ ഒരു നോട്ടീസും ഈ ഒരു ജോബ് അവൈലബിലിറ്റി ഒക്കെ എത്താത്ത രീതിയിൽ അതിനുശേഷം ഇവർ പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്യും. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കനേഡിയൻ യൂത്തിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അവർക്ക് കുറച്ചും കൂടി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം ട്രൂഡോ വരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ലോ വേജസ് LMIAs ഒഴിവാക്കുക, അതായത് ടെമ്പററി ഫോറിൻ വർക്ക് വിസയിൽ റിഡക്ഷൻ കൊണ്ടുവരികയാണ്. പിന്നെ 2 ഇയർ എന്നുള്ളതും 1 ഇയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു
രാജ്യത്തിന് ഒരു പർട്ടിക്കുലർ ഗോൾ ഉണ്ട്, അതായത് ഈ ഇയറിനുള്ളിൽ ഇത്രയും പെർമനന്റ് റെസിഡൻസിയിലേക്ക് ആൾക്കാരെ കൺവേർട്ട് ചെയ്യണം എന്നുള്ള റൂളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ ഒരു റിപ്പോർട്ട് ട്രൂഡോ എടുത്ത് ചോദിക്കുകയുണ്ടായി, ഈ ഒരു പെർമനൻസി റെസിഡൻസിലേക്കുള്ള ആൾക്കാരെ എണ്ണം ഫുൾഫില്ല് ചെയ്ത് നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂ ബ്രിൻസ്വിക്കിലെ ഒരു PNP പ്രോസസ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും PNP പോസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നോവാ സ്കോഷ്യയിലെ PNP ഓൾറെഡി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിൽസ് ആൻഡ് സർവീസ് സെക്ടറിലെ PNP പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകളെ വർക്ക് പെർമിറ്റ് നിന്നിട്ട് അവർ ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ പോകേണ്ട സിറ്റുവേഷൻസിൽ ഒരുപാട് ആളുകൾ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് റിപ്പോർട്ടർ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ നിങ്ങൾ ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ ട്രൂഡോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇപ്പം നിലവിലുള്ള പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് അവർ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യുന്ന, അതായത് ഒന്നും കൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു പെർമനന്റ് റെസിഡൻസി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നാണ്. ഓൾറെഡി കുറേ നാളുകൾക്ക് മുമ്പേ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ടെമ്പററി റെസിഡൻസിന് ഫസ്റ്റ് പെർമനന്റ് റെസിഡൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം കഴിഞ്ഞ അവർ ഒരു ഗോൾ അച്ചീവ് ചെയ്യാത്തൊരു കണ്ടീഷനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള ടെമ്പററി റെസിഡൻസിനെ പെർമനന്റ് റെസിഡൻസിൽ ആക്കിയതിന് ശേഷം മാത്രം പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യാം, ITA ഇഷ്യൂ ചെയ്യാം എന്നുള്ള കുറേ പ്ലാൻസ് ഇതിൻ്റെ അകത്ത് ഓൺഗോയിങ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു കണ്ടീഷനാണ്, റീവിസിറ്റ് ചെയ്യാം, ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള കുറേ പ്ലാൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും കൂടി എൻക്വയറി ചെയ്യേണ്ടിയിരിക്കണു. ചിലപ്പം ഈ എൻക്വയറി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് PR കൺവേർട്ട് ചെയ്തതിന് ശേഷം പുറത്തുനിന്നും ITA ഒക്കെ ഇഷ്യൂ ചെയ്യാം, പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കാം എന്നൊരു കൺക്ലൂഷനിൽ മേ ബി അവർ എത്തിച്ചേർന്നിരിക്കാം. കാരണം ഇപ്പം കുറേ കാര്യങ്ങൾ ഇവിടെ അവർ പഠിക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഒന്നും ആലോചിക്കാതെ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കുറേ കാര്യത്തിലാണെങ്കിലും ആൾക്കാർ സ്റ്റിൽ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പമുള്ള പ്ലാൻസൊക്കെ കാര്യമായിട്ടൊന്ന് പഠിച്ചിട്ട് അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ലോ വേജിൽ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആർക്കും ലോ വേജസ് LMIസിൽ വരാൻ വേണ്ടി പറ്റില്ല. കാരണം ലോ വേജ് LMIസിൽ കുറച്ച് ഫണ്ട് കൊടുത്താൽ വേണ്ടി മതിയായിരുന്നു, കാനഡയിലേക്ക് നിങ്ങൾക്ക് വരുന്ന സമയത്ത് തന്നെ ജോലിയാണ്. പക്ഷെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, എല്ലാവരുടെയും കാര്യത്തിലല്ല, കുറച്ച് ആൾക്കാർക്കൊക്കെ സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പിന്നെ കുറേ ന്യൂസ് മീഡിയാസൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. അപ്പം എനിക്ക് ഈ കാര്യം നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു കൺസേൺ ആണ്, എന്താണ് ഈ വർക്ക് പെർമിറ്റ്, ടെമ്പററി ഫോറിൻ വർക്കേഴ്സ്, അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ എന്തുകൊണ്ടിട്ടാണെന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ മെൻഷൻ ചെയ്യാം. ഇതൊരു നല്ല കാര്യമാണ്, കാരണം ഒരുപാട് ആൾക്കാർ ഈ ലോ വേജസ് ഫോറിൻ ടെമ്പററി വർക്കറായിട്ട് ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.